Dear students, welcome to the class of Mechanics of Fluids. In this class, I am starting the third module, and these are the topics mentioned in the third module. Here we will be discussing about control volume, then control volume analysis of mass, momentum and energy. First topic, control volume. The solution to problems in fluid mechanics are obtained by concentrating on a region in space. Control volume is an arbitrary volume in space across which fluid flows. The bounding surface of control volume is called control surface. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അനലൈസ് ചെയ്യുന്ന വെച്ചാൽ കൺട്രോൾ വോളിയം ബേസ്ഡ് അനാലിസിസ് ആണ്. വേറൊരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ മാസ്, അതായത് ക്ലോസ്ഡ് സിസ്റ്റം അനാലിസിസ് എന്ന് പറയും. ക്ലോസ്ഡ് സിസ്റ്റം അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്ന മാസ് ചേഞ്ച് ചെയ്യില്ല. ഒരു പർട്ടിക്കുലർ ബൗണ്ടറിക്കുള്ളിൽ ഒരു ഫിക്സഡ് മാസ് ഉണ്ടാവും, അതിനെ അനലൈസ് ചെയ്യും. ആ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് അതിലോട്ട് മാസ് എൻ്റർ ചെയ്യുന്നില്ല, മാസ് ലീവ് ചെയ്യുന്നില്ല. അത് ക്ലോസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ഫിക്സഡ് മാസ് അനാലിസിസ് ആണ്. നമ്മളെ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ അനാലിസിസ് എന്ന് പറയുന്നത് കൺട്രോൾ വോളിയം അനാലിസിസ് ആണ്. കൺട്രോൾ വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആർബിട്രറി വോളിയം ഇൻ സ്പേസ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഫിക്സഡ് വോളിയം, അതാണ് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. ആ വോളിയത്തിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ മാസ്, ആ കൺസിഡർ ചെയ്യുന്ന കൺട്രോൾ വോളിയത്തിലെ മാസ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അത് ചേഞ്ച് ചെയ്യും. കാരണം അവിടത്തോട്ട് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുക, ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്നുണ്ടാവും. ആ കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യുന്ന കൺട്രോൾ വോളിയത്തിൻ്റെ ബൗണ്ടിങ് സർഫസ്, വോളിയം ആകുമ്പം അതിനെ ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു സർഫസ് ഉണ്ടാവും. അതിനെ പറയുന്ന സർഫസ് എന്താണ്? കൺട്രോൾ സർഫസ് ആണ്. ഇതാണ് എൻ്റെ കൺട്രോൾ വോളിയെങ്കിൽ അതിലോട്ട് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അതിൻ്റെ അകത്തെ മാസ് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നില്ല. ആ മാസ് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയും. ഈ മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, മാസ് ലീവ് ചെയ്യുന്നുണ്ട്, അതിനെ ഓപ്പൺ സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ കൺട്രോൾ വോളിയം എന്ന് പറയും. Fluids in motion pass through the control surface, and the fluid particles that occupy the control volume are different from one instant to another. There is transport of mass, momentum and energy across the control volume. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവിടെ അറ്റ് എ ടൈം ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. ആ സെയിം ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആയിരിക്കില്ല വേറൊരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുക. മീൻസ് ഇനീഷ്യൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഉണ്ടാവും, ടൈം പാസ് ചെയ്യുന്ന സമയത്ത് എന്താ, ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഫ്ലോ ചെയ്ത് പോയി. ആ സമയത്ത് വേറെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അതിലോട്ട് എൻ്റർ ചെയ്തു. അതായത് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഒക്യുപ്പൈ ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസും ഡിഫറൻ്റ് ആയിരിക്കും. അതിൻ്റെ മീനിങ് എന്താ? ഇവിടെ ഫ്ലോ ഉണ്ട്, ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് ലീവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുകയും ലീവ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ദർ ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് മാസ്, മൊമെൻറ്റം ആൻഡ് എനർജി അക്രോസ് ദി കൺട്രോൾ വോളിയം. മാസ്, മൊമെൻറ്റം ആൻഡ് എനർജി കൺട്രോൾ വോളിയത്തിൽ എൻ്റർ ചെയ്യുന്നുണ്ട്, അതേപോലെ ലീവും ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അടുത്തത് കൺട്രോൾ വോളിയം അനാലിസിസ് ഓഫ് മാസ്. ജസ്റ്റ് ഇവിടെ കൺട്രോൾ വോളിയം ഓഫ് അനാലിസിസ് ഓഫ് മാസ്, മൊമെൻറ്റം ആൻഡ് എനർജി, ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ, ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ, അധികം ഡെപ്തിലോട്ട് പോകുന്നില്ല. ദ കൺസർവേഷൻ ഓഫ് മാസ് പ്രിൻസിപ്പിൾ ഫോർ എ കൺട്രോൾ വോളിയം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ നെറ്റ് മാസ് ട്രാൻസ്ഫർ ടു or from a control volume during a time interval delta t is equal to the net change in total mass within the control volume during delta t. അതിൻ്റെ മീനിങ് അതാ. നെറ്റ് മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നെറ്റ് മാസ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ മാസ് ഇൻ മൈനസ് മാസ് ഔട്ട്, അതാണ് നെറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, മാസ് ലീവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? നെറ്റ് ട്രാൻസ്ഫർ. ആ നെറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ടു ദ കൺട്രോൾ വോളിയം, അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒന്നിക്കൽ ഇൻക്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കും. അതാണ് നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നെറ്റ് ചേഞ്ച് ഇൻ മാസ് ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി. അതിന് ഇക്വേഷൻ ഫോമിൽ എങ്ങനെ എഴുതാം? ടോട്ടൽ മാസ് എൻറ്ററിങ് ദ കൺട്രോൾ വോളിയം ഡ്യൂറിങ് ഡെൽറ്റ ടി മൈനസ് ടോട്ടൽ മാസ് ലീവിങ് ദ കൺട്രോൾ വോളിയം ഡ്യൂറിങ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു നെറ്റ് ചേഞ്ച് ഇൻ മാസ് within the control volume during delta t. അതായത് മാസ് ഇൻ മൈനസ് മാസ് ഔട്ട് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം സി വി. ഇവിടെ യൂണിറ്റ് കിലോഗ്രാം ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നതെങ്കിൽ എൻ്റർ ചെയ്യുന്ന മാസ് 100 കിലോഗ്രാം,
ലീവ് ചെയ്യുന്ന മാസ് ഒരു 50 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഈ ടൈം എന്തായിരിക്കും? നെറ്റ് ഇൻക്രീസ് ഇൻ മാസ് എന്തായിരിക്കും ആ ടൈമിൽ? 50 കിലോഗ്രാം ആയിരിക്കും. 100 വന്നു, 50 ലീവ് ചെയ്തു, ബാക്കി എന്തായാലും അത് 50 ആയിരിക്കും. അതാണ് കൺട്രോൾ വോളിയം അനാലിസിസ് ഓഫ് മാസ് അല്ലെങ്കിൽ മാസ് ബാലൻസ് പറയുന്നത്. ആ ഡെൽറ്റ എം സി വി എന്ന് വെച്ചാൽ ഫൈനൽ മാസ് മൈനസ് ഇനീഷ്യൽ മാസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ബാത്ത് ട്യൂബ് കാണിച്ചിട്ടുണ്ട്. ഇനീഷ്യലി ഇതിൽ ലിക്വിഡൊന്നുമില്ല. ഓക്കെ, ഇനീഷ്യൽ മാസ് 0 എന്ന് വെച്ചോ. ഇനി ഒരു ഡെൽറ്റ ടി, ഒരു പർട്ടിക്കുലർ ഡെൽറ്റ ടി ടൈം ഇൻ്റർവെല്ലിൽ എന്ത് സംഭവിച്ചു? ഇതിലോട്ട് 50 കിലോഗ്രാം മാസ് എൻ്റർ ചെയ്തു. ആ സെയിം ടൈം ഇൻ്റർവെല്ലിൽ എത്ര പേരെ ലീവ് ചെയ്യുന്നത്? 30 കിലോഗ്രാം ലീവ് ചെയ്തു. ബാക്കി എത്രയുണ്ട്? ആ 20 കിലോഗ്രാം അവിടെ ആ കൺട്രോൾ വോളിയം അതിൻ്റെ ഇൻക്രീസ് ആയിട്ട് അവിടെയുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ മാസ് ബാലൻസ് പറയുന്നത്. എൻറ്ററിങ് മൈനസ് ലീവിങ് എന്തായി? അല്ലെങ്കിൽ ആ നെറ്റ് ചേഞ്ച് ആ ഇൻക്രീസ് ഇൻ മാസ് ഓഫ് ദി കൺട്രോൾ വോളിയമായി. ഇതാണ് മാസ് ബാലൻസ്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ യൂണിറ്റ് കിലോഗ്രാമിലാണ് ഉണ്ടാവുക. ഇതിന് റേറ്റ് ഫോം അല്ലെങ്കിൽ കിലോഗ്രാം പെർ സെക്കൻഡ് ഫോമിലോട്ട് മാറ്റി അങ്ങനെ കിട്ടും. എം ഡോട്ട് ഇൻ മൈനസ് എം ഡോട്ട് ഔട്ട് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം സി വി. റേറ്റ് ഫോമിലോട്ട് മാറ്റി മീൻസ് യൂണിറ്റ് കിലോഗ്രാം പെർ സെക്കൻഡിലോട്ട് മാറി. എം ഡോട്ട് ഇൻ എന്തായിരിക്കും? ടോട്ടൽ മാസ് ഇൻഫ്ലോ റേറ്റ്. ടോട്ടൽ മാസ് ഇൻഫ്ലോ മൈനസ് ടോട്ടൽ മാസ് ഔട്ട്ഫ്ലോ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് ഇൻ ദി കൺട്രോൾ വോളിയം. ഓൾറെഡി പറഞ്ഞ കൺസെപ്റ്റ് ഞാനൊന്ന് റേറ്റ് ഫോമിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നോർമലി ഒരു ഇൻലെറ്റ് മാത്രമായിരിക്കും. ഇവിടെ ഞാൻ ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഇൻലെറ്റും ഒന്നിൽ കൂടുതൽ ഔട്ട്ലെറ്റ്സും ഉണ്ടായിരിക്കും. അതാണ് ഈ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്. എല്ലാ ഇൻലെറ്റിലെ കൂടിയും ഇതിലോട്ടുള്ള എൻട്രി മൈനസ് എല്ലാ ഔട്ട്ലെറ്റിലെ കൂടിയും ഇല്ല ഔട്ട്ഫ്ലോ. ഇതാണ് കൺട്രോൾ വോളിയം അനാലിസിസ് ഓഫ് മാസ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കൺട്രോൾ വോളിയം അനാലിസിസ് ഓഫ് മൊമെൻറ്റം. മൊമെൻറ്റം അനാലിസിസിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ലോ എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോർ എ സിസ്റ്റം ഓഫ് മാസ് എം സബ്ജക്റ്റഡ് ടു നെറ്റ് ഫോഴ്സ് എഫ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ എഴുതിയിരിക്കുന്നതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോർ എ സിസ്റ്റം ഓഫ് മാസ്. അതെന്താണ്? ക്ലോസ്ഡ് സിസ്റ്റമാണ്, മാസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു എം എന്ന് പറഞ്ഞ ഒരു മാസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അല്ലാതെ കൺട്രോൾ വോളിയത്തിനല്ല, കൺട്രോൾ മാസ് അല്ല, ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇനി ആക്സലറേഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഡി വി ബൈ ഡി ടി. വി എന്താ? വെലോസിറ്റി. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് ഫിക്സഡ് മാസ്സാണ്, മാസ് ഫിക്സഡ് ആണ്. ഒരു ഫിക്സഡ് മാസ് എ എന്ന് പറഞ്ഞ ആക്സലറേഷൻ, അത് ആ സമയത്തുള്ള ഫോഴ്സാണ് എഫ് എന്ന് പറയുന്നത്. മാസ് ഫിക്സഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഡിഫറൻഷ്യലിൻ്റെ ഉള്ളിലോട്ട് എടുക്കുക. ഡി ബൈ ഡി ടി ഓഫ് എം വി. മാസിൻ്റെ വെലോസിറ്റി എന്താണ്? മൊമെൻറ്റമാണ്. കാരണം എഫ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി. സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ എങ്ങനെ എഴുതാം? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി. ഓക്കെ, ഇതായിരിക്കാണ് ഒരു കൺട്രോൾ ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ്, അല്ലെങ്കിൽ കൺട്രോൾ മാസ് എന്ന് പറയും. അതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്കിവിടെ എന്താ വേണ്ടുന്നത്? കൺട്രോൾ വോളിയത്തിനാണ്. അതിൻ്റെ ബേസിക് ലോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഇക്വേഷൻ എന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ സിസ്റ്റം അപ്രോച്ച് എന്ന് വെച്ചാൽ ഇതന്നെ ക്ലോസ്ഡ് സിസ്റ്റം അപ്രോച്ച് എന്ന് കൺട്രോൾ വോളിയം അനാലിസിസിലോട്ട് അതിനെ മാറ്റുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് വരും. ഫോർ എ കൺട്രോൾ വോളിയം ദ മൊമെൻറ്റം ബാലൻസ് ക്യാൻ ബി റിട്ടൺ ആസ്. ഒരു കൺട്രോൾ വോളിയത്തിൻ്റെ കേസിലോട്ട് എങ്ങനെ മാറും? ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിത്തിൻ ദ കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു നെറ്റ് റേറ്റ് ഓഫ് മൊമെൻറ്റം ഫ്ലോ ഇൻ ടു ദി കൺട്രോൾ വോളിയം മൈനസ് നെറ്റ് റേറ്റ് ഓഫ് മൊമെൻറ്റം ഫ്ലോ ഔട്ട് ഓഫ് കൺട്രോൾ വോളിയം പ്ലസ് സം ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി കൺട്രോൾ വോളിയം. ഇതാണ് കൺട്രോൾ വോളിയത്തിനുള്ള മൊമെൻറ്റം ബാലൻസ്. അതായത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിത്തിൻ ദി കൺട്രോൾ വോളിയം. കൺട്രോൾ വോളിയത്തിനകത്തുള്ള മൊമെൻറ്റത്തിൻ്റെ ടൈമിനനുസരിച്ചുള്ള ചേഞ്ച് അതെന്താണ്? നെറ്റ് റേറ്റ് ഓഫ് മൊമെൻറ്റം ഇൻഫ്ലോ മൈനസ് നെറ്റ് റേറ്റ് ഓഫ് മൊമെൻറ്റം ഔട്ട്ഫ്ലോ.
കൺട്രോൾ വോളിയത്തിലോട്ടുള്ള ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ മൊമെൻറ്റം പ്ലസ് എന്തായിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് അതായിരിക്കും ആ കൺട്രോൾ വോളിയത്തിൻ്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി തന്നെയാണ്. പക്ഷേ കൺട്രോൾ വോളിയത്തിലോട്ട് വരുന്ന സമയത്ത് എന്താണ് മാസ് ഫ്ലോ ഉണ്ട്, അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റുമല്ലോ. നമ്മളെ സിസ്റ്റം അപ്രോച്ചിൽ നിന്ന് കൺട്രോൾ വോളിയം അപ്രോച്ചിലോട്ട് റിലേറ്റ് ചെയ്യിക്കുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൽ റെയ്നോൾഡ്സ് ട്രാൻസ്പോർട്ട് തിയറം എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. അതാണ് നമ്മളെ സിസ്റ്റം അപ്രോച്ചിനെ ഈ കൺട്രോൾ വോളിയം അപ്രോച്ചിലോട്ട് റിലേറ്റ് ചെയ്യിക്കുന്നത്. അടുത്തത് കൺട്രോൾ വോളിയം അനാലിസിസ് ഓഫ് എനർജി. എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ഓർ ഫ്രം എ ക്ലോസ്ഡ് സിസ്റ്റം ബൈ ഹീറ്റ് ഓർ വർക്ക്. ഇവിടെ ഞാൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്ലോസ്ഡ് സിസ്റ്റം തന്നെയാണ്, ഫിക്സഡ് മാസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ ബേസിക് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്തിലോട്ട് പോകാം? കൺട്രോൾ വോളിയം അനാലിസിസ്. അവിടെ മാസ് ഫിക്സഡ് അല്ല, ഒരു റീജിയൻ ആണ് ഫിക്സ് ചെയ്യുന്നത്. എനർജി അനാലിസിസിൻ്റെ ഏറ്റവും ബേസിക്കിലെ ലോ എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ തന്നെയാണ്. ദ എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ഓർ ഫ്രം എ ക്ലോസ്ഡ് സിസ്റ്റം ബൈ ഹീറ്റ് ഓർ വർക്ക്. The conservation of energy principle requires that net energy transfer to or from a system during a process be equal to change in energy content of the system. എന്താ പറയുന്നത്? ഒരു സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഇവിടെ എന്ന് പറഞ്ഞാൽ മാസ്, ഈ സിസ്റ്റത്തിൻ്റെ മാസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടത്തോട്ട് മാസ് എൻട്രിയും ഇല്ല, മാസ് ലീവും ഇല്ല, ഫിക്സഡ് ആണ് ഇതിൻ്റെ മാസ്. അതിലോട്ട് എനർജി ട്രാൻസ്ഫർ അങ്ങനെ ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ വർക്ക് ട്രാൻസ്ഫർ ആണ്. ഒന്നുകിൽ ഹീറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ എന്താണ്? നെറ്റ് എനർജി ട്രാൻസ്ഫർ ടു ഓർ ഫ്രം ദ സിസ്റ്റം ഡ്യൂറിങ് എ പ്രോസസ് മസ്റ്റ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി കണ്ടൻറ്റ്. ഞാൻ ഇതിലോട്ട് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നു സിസ്റ്റത്തിന്, അത് ഡബ്ല്യു എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് എന്തായിരിക്കണം? ആ സിസ്റ്റത്തിൻ്റെ എനർജിയിലുള്ള ചേഞ്ച് ആയിട്ടുണ്ടാവും. അതാണ് പറയുന്നത്. ഇപ്പം ഞാൻ 100 കിലോ ജൂൾ എനർജി കൊടുത്തു, അതിലൊരു 70 കിലോ ജൂൾ വർക്ക് ചെയ്തു, ബാക്കി 30 കിലോ ജൂൾ എന്താണ്? ആ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ എനർജി ഇൻക്രീസ് ആയി. അതാണ് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് ഡബ്ല്യു. കൊടുക്കുന്ന എനർജി മൈനസ് ലീവ് ചെയ്യുന്ന എനർജി, അതെന്താണ്? സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ഇൻ എനർജി ആയിട്ട് മാറും. സിസ്റ്റത്തിന് ഇനീഷ്യൽ എനർജി ഉണ്ടാവും, അതിൻ്റെ അപ്പുറം ആ ബാക്കി വരുന്നത് ആഡ് ചെയ്യും. അതാണ് ഈ ചേഞ്ച് ഇൻ എനർജി ആയിട്ട് പറയുന്നത്. വേർ ഡെൽറ്റ ഈസ് ദ ചേഞ്ച് ഇൻ എനർജി ഓഫ് ദി സിസ്റ്റം, അതായത് ക്യൂ മൈനസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ. ഇത് ശരിക്കും എന്താണ്? ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ എനർജി ബാലൻസ് ആണ് പറയുന്നത്. ഇനി കൺട്രോൾ വോളിയത്തിലോട്ട് പോകുന്ന സമയത്ത് എന്താണ്? ഇവിടെ മാസ് ഇന്നുണ്ട്, മാസ് ഔട്ടും ഉണ്ട്, ഇവിടെ മാസ് എൻട്രി ഇല്ല. ഇനി അതിനങ്ങനെ എഴുതുന്നത് നോക്കാം, കൺട്രോൾ വോളിയത്തിന് അങ്ങനെ എഴുതുന്നത് നോക്കാം. Control volume involves energy transfer via mass flow also, and the conservation of energy principle, also called energy balance, is expressed as control volume termsലോട്ട് പോകുമ്പോൾ അതങ്ങനെ മാറി. എനർജി ഇൻ, റേറ്റ് ഓഫ് എനർജി ഇൻ മൈനസ് റേറ്റ് ഓഫ് എനർജി ഔട്ട് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഇ സി വി. ഇ എന്താണ്? റേറ്റ് ഓഫ് ടോട്ടൽ എനർജി ട്രാൻസ്ഫർ ഇൻ ടു ദി കൺട്രോൾ വോളിയം മൈനസ് റേറ്റ് ഓഫ് ടോട്ടൽ എനർജി ട്രാൻസ്ഫർ ഔട്ട് ഓഫ് ദി കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി വിത്തിൻ ദി കൺട്രോൾ വോളിയം. ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ എന്താണ്? അഡീഷണൽ ആയിട്ട് ഫ്ലോ കൂടെ വരുന്നുണ്ട്. അതായത് റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ ഇൻ ടു ദി കൺട്രോൾ വോളിയം മൈനസ് റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ ഔട്ട് ഓഫ് ദി കൺട്രോൾ വോളിയം. അതെന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി വിത്തിൻ ദി കൺട്രോൾ വോളിയം ആയിരിക്കും. ജസ്റ്റ് ഒരു കൺട്രോൾ വോളിയം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് ഒരു ഇൻലെറ്റും ഉണ്ട്, ഒരു ഔട്ട്ലെറ്റും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നോർമലി മൾട്ടിപ്പിൾ ഇൻലെറ്റ്സും മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സും ഉണ്ടാവും. ജസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും കാണിച്ചിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് ഈ എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ കൺസിഡർ ചെയ്യുന്ന എനർജി സ്പീഷീസ് എന്താണ്? ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഫ്ലൂയിഡ്, അതേപോലെ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫ്ലോ വർക്ക് എന്ന് വെച്ചാൽ ആ ഫ്ലൂയിഡ് ഇതിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലേ, ആ ഫ്ലൂയിഡിന് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് ശരിക്കും ഫ്ലോ എനർജി അല്ലെങ്കിൽ ഫ്ലോ വർക്ക് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഫ്ലൂയിഡ് പ്രോസസ്സ് ചെയ്യുന്ന എനർജിയാണ്, ഫ്ലോയിങ് ഫ്ലൂയിഡ് പ്രോസസ്സ് ചെയ്യുന്ന എനർജിയാണ്. ആ എനർജിയാണ് ശരിക്കും ആക്ച്വലി
ഫ്ലൂയിഡിനെ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആ എനർജി കൺസിഡർ ചെയ്യണം. പിന്നെ ഹീറ്റ്, ഈ കൺട്രോൾ വോളിയത്തിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഹീറ്റ് ഇൻ ഉണ്ടാവുക, ഹീറ്റ് ഔട്ട് ഉണ്ടാവുക. ചിലപ്പം കൺട്രോൾ വോളിയത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യുന്ന ആ ഡിവൈസാണ് ആക്ച്വലി കൺട്രോൾ വോളിയം എന്ന് നോർമലി പറയുന്നത്, നോർമലി എടുക്കുന്നത്. ഓക്കെ, അതിൽ ചിലപ്പം അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ കൺട്രോൾ വോളിയം ഞാനൊരു ടർബൈൻ്റെ കൺട്രോൾ വോളിയമെന്ന് വെച്ചോ. അതിലോട്ട് ഹീറ്റ് ഇൻപുട്ട് ഉണ്ടാവും. ചിലപ്പം ഹീറ്റ് ഫ്രിക്ഷൻ കൊണ്ടൊക്കെ ഹീറ്റ് ഔട്ട്പുട്ട് ഉണ്ടാവും. അതേപോലെ വർക്ക് ഔട്ട്പുട്ട് വരുന്നൊരു ഡിവൈസാണ് ടർബൈൻ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ജനറലായിട്ട് പറയുന്നതാണ്. അതിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടുന്ന് പുറത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിലോട്ട് വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തോട്ട് വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുക, എന്തും ഉണ്ടാവുക. ഇവിടെ കൺസിഡർ ചെയ്യുന്ന എനർജീസ് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ഫ്ലോ വർക്ക്, അതേപോലെ ഹീറ്റ് ആൻഡ് മെക്കാനിക്കൽ വർക്ക് വിച്ച് ക്രോസ് ദി കൺട്രോൾ സർഫസ്. ഇവിടെ ഇൻറ്റേർണൽ എനർജി ആൻഡ് ഫ്ലോ വർക്ക്, ഇൻറ്റേർണൽ എനർജി നോർമലി യു ആണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഫ്ലോ വർക്ക് PV. അതിൻ്റെ രണ്ടിൻ്റെ സം എന്താണ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് ഫ്ലോ വർക്ക്, അതിനെ എൻതാൾപ്പി H ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എനർജി ബാലൻസ് എങ്ങനെ എഴുതാം? എൻറ്ററിങ് മൈനസ് ലീവിങ്, ടോട്ടൽ റേറ്റ് ഓഫ് എനർജി എൻറ്ററിങ് മൈനസ് ടോട്ടൽ റേറ്റ് ഓഫ് എനർജി ലീവിങ്. ആ ഡിഫറൻസ് എന്തായിരിക്കണം? ചേഞ്ച് ഇൻ എനർജി ഓഫ് ദി കൺട്രോൾ വോളിയം, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ എനർജി ഓഫ് ദി കൺട്രോൾ വോളിയം ആയിരിക്കണം. ഓക്കെ, ആരൊക്കെയാണ് ഈ ഫിഗർ പ്രകാരം ആരൊക്കെയാണ് എൻ്റർ ചെയ്യുന്നത്? എൻതാൾപ്പി H ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. M ഡോട്ട് ഫ്ലോ റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. 1 എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ 2 പറഞ്ഞ സെക്ഷൻ. അതിൻ്റെ എലിവേഷൻ ഒരു ആർബിട്രറി ഡാറ്റ ഞാൻ വരച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള എലിവേഷൻ Z1 ആണ്, ഇവിടത്തോട്ട് 2ലോട്ടുള്ള എലിവേഷൻ Z2 ആണ്. ഓക്കെ, M×H1 എന്ന് പറഞ്ഞാൽ എന്തായി? എൻറ്ററിങ് ഫ്ലൂയിഡിൻ്റെ എൻതാൾപ്പി ആയി അറ്റ് സെക്ഷൻ 1 പ്ലസ് V1² M dot into V1² by 2G എന്തായി? കൈനറ്റിക് എനർജി ആയി mg Z1 M dot into G into Z1 പൊട്ടൻഷ്യൽ എനർജി ആയി പ്ലസ് Q സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യുന്ന ഹീറ്റാണ്. ഇത്രയും എനർജിയാണ് ഇതിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇതൊക്കെ റേറ്റ് ഫോമിലാണ്. മൈനസ് എന്താ ലീവ് ചെയ്യുന്നത്? ഇത്രയും എനർജീസ് സെക്ഷൻ 2 ലീവ് ചെയ്യുന്നുണ്ട്. M dot into H2 ലീവിങ്ങിൻ്റെ എൻതാൾപ്പി, ലീവിങ് ഫ്ലൂയിഡിൻ്റെ എൻതാൾപ്പി, അതേപോലെ അതിൻ്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എന്തുണ്ട്? ഡബ്ല്യൂയും ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഈക്വൽ എന്തായിരിക്കും? ചേഞ്ച് ഇൻ എനർജി കണ്ടൻറ്റ് ഓഫ് ദി കൺട്രോൾ വോളിയം ആയിരിക്കും. ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റും ഉള്ള ഒരു കൺട്രോൾ വോളിയത്തിൻ്റെ എനർജി ബാലൻസ് ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളെ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ എനർജി അനാലിസിസ് ഒന്നും ഇവിടെ പഠിക്കാനില്ല. ഇത് മെയിനായിട്ട് ഈ ഒരു ഇക്വേഷനൊക്കെ വെച്ചിട്ട് ഡീൽ ചെയ്യുന്നത് എവിടെയാണ്? തെർമോഡൈനാമിക്സിലാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്. ജസ്റ്റ് ആ എനർജി ബാലൻസിൻ്റെ ബേസിക് കൺസെപ്റ്റ് മാത്രമേ ഇവിടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്കിപ്പം ആവശ്യമുള്ളൂ.